ഈ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന RSS എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം അതുപോലെ നടപ്പിൽ വരുത്തി കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത്, BJP ഗവൺമെൻറ്. അവർ RSSൻ്റെ ആശയഗതിക്ക് എന്തെങ്കിലും വിഘാതം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ശരിയായ മുന്നോട്ട് പോക്കിന് പ്രയാസം സൃഷ്ടിക്കുന്ന എല്ലാം അവരെതിർക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്ത് ചിന്തിക്കണം എന്നുള്ളത് പോലും ഇപ്പോൾ അവർ ആലോചിക്കും. നമ്മുടെ രാജ്യം എന്ത് ചിന്തിക്കണം, രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ഈ അവരുടെ ചിന്തയിൽ, അവരുടെ എഴുത്തിൽ, അവരുടെ കാഴ്ചയിൽ ഒക്കെ കടന്ന് ഇടപെടാൻ പറ്റുമോ എന്ന ആലോചനയാണ് ഇപ്പോൾ ഇവർ നോക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലുള്ള ഒരു വലിയ കടന്നുകയറ്റം തന്നെയാണിത്. അങ്ങനെ സെൻസർ ബോർഡിനെ വെച്ച് ഈ സിനിമയിൽ, പ്രത്യേകിച്ച് ഫെസ്റ്റിവലുകളിലെ സിനിമകളിലൊക്കെ ഇങ്ങനെ നിയന്ത്രണം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എത്രത്തോളം എത്തി. അപ്പോൾ നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ ഫെഡറൽ സംവിധാനത്തെയും ഒക്കെ തകർക്കുന്ന ഈ BJP, RSS ഇവിടെ സിനിമയിലും ഇങ്ങനെ ഇടപെടുകയാണ്. ഈ നാട് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ ഈ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ BJPക്ക് ഭരിക്കാൻ ഒരു അവസരം കൊടുത്ത ഒരു കാഴ്ചയുണ്ട്. നമ്മൾ ജനവിധിയൊക്കെ നമ്മൾ മാനിക്കുക. പക്ഷേ ഇതിലൊക്കെ ഇനി ഇവരുടെയൊക്കെ ഒരു ഇടപെടൽ ഏത് അർത്ഥത്തിൽ വരും എന്നുള്ളത് കൂടി ജനം മനസ്സിലാക്കണം. സിനിമയിൽ പോലും ചില സിനിമകളെപ്പോലും ഇവരെത്ര ഭയത്തോടു കൂടിയാണ് കാണുന്നത്. എന്നിട്ട് ഇവർ തന്നെ ചില സിനിമകളെ ബോധപൂർവ്വം ഇറക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ബോധപൂർവമായി സിനിമകൾ ഉണ്ടാക്കുന്നു. അതിൽ ശാസ്ത്രചിന്തയും യുക്തിബോധവും ഒന്നും ഈ രാജ്യത്ത് ഉണ്ടാവേണ്ടതില്ല എന്ന ആലോചനകൾ അവർ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ ശാസ്ത്രബോധവും യുക്തിചിന്തയും ഒക്കെയുള്ള സാമ്രാജ്യത്വ വിരുദ്ധ ഐഡിയോളജിയുള്ള ഈ സിനിമകളെയൊക്കെ നിരോധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളെ കാണാതാക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്കത് കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു വല്ലാത്ത ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെയാണ് രാജ്യത്തെ ഈ സംഘപരിവാർ കൊണ്ടുപോകുന്നത്. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരേണ്ടതുണ്ട്. വലിയ ചെറുത്തുനിൽപ്പ് ഉണ്ടാകേണ്ടതുണ്ട്. ജനമാകെ ഈ സംഘപരിവാർ ഐഡിയോളജിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട്.